വെൽക്കം ടു മൈ ചാനൽ. മുളകും മല്ലിയും പൊടിക്കുന്നതെന്ന് കണ്ടാൽ മുളകും മല്ലിയൊക്കെ പൊടിപ്പിക്കുമ്പം കഴുകിയാണോ എല്ലാവരും പൊടിപ്പിക്കുന്നത്? ഇതുപോലെ കഴുകി പൊടിപ്പിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. മുളകിലൊക്കെ എന്തോരം കെമിക്കൽ അടിക്കുന്നതായിരിക്കും. കഴുകിയാലും ഇതെല്ലാം പോകണമെന്നൊന്നുമില്ല, എങ്കിലും നല്ലതായിരിക്കും ഒന്നുകൂടെ. ആർക്കും ഒരുപാട് എരിവ് വേണ്ടാത്തതുകൊണ്ട് കാശ്മീരി മുളകാണ് കൂടുതലും മേടിക്കുന്നത്. കുറച്ച് മാത്രമേ പാണ്ടിമുളകും എൻ്റെ കൂടിയിട്ട് പൊടിപ്പിക്കാറുള്ളൂ. രണ്ടു മൂന്ന് വട്ടമൊക്കെ കഴിയാൻ കുറച്ചൊക്കെ അഴുക്ക് പോകും. പിന്നെ ഉണക്കാൻ ഇച്ചിരി പാടായിരിക്കും, കാരണം അത് നനയുന്നതുകൊണ്ട് പിന്നെയും കുറച്ചുകൂടെ വെയിൽ കൊണ്ടാലേ നല്ലോണം ഉണങ്ങി കിട്ടത്തുള്ളൂ. മല്ലി നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. മുളക് കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് വേണം കൊണ്ട് പൊടിപ്പിക്കാൻ. മുളകിൻ്റെ തണ്ടൊക്കെ കൂടുതലും കട്ട് ചെയ്ത് കളയാറുണ്ട്. ഈ കാശ്മീരി മുളകിൻ്റെ തണ്ട് കട്ടി കൂടുതലായതുകൊണ്ട് ഒരുമാതിരിയൊക്കെ കളഞ്ഞിട്ടാണ് പൊടിപ്പിക്കാറ്. ഈ വാരിയിടുന്നത് മോനെ കൈ നീറുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹെൽപ്പായിരുന്നു. അമ്മയാണ് മുളക് കഴുകി വാരിയത് കൂടുതലും. എന്തായാലും ഉണങ്ങിയെല്ലാം ഞങ്ങൾ ചാക്കിലോട്ട് വാരിയെല്ലാം സെറ്റാക്കുക. മുളകും മല്ലിയും ചാക്കിലാക്കി ആക്കി ഇനിയും കൊണ്ടുപോയി പൊടിപ്പിച്ചോണ്ട് വന്നാൽ മതി. കുറേ ദിവസത്തെ മെനക്കേടായിരുന്നു. മുളകും മല്ലിയൊക്കെ പൊടിച്ചോണ്ട് വന്ന് എന്താ കളറെന്ന് നോക്കിയേ. കാശ്മീരി മുളക് ആകുമ്പോൾ വലിയ എരിയും കാണത്തില്ല, കറിക്ക് നല്ല കളറും കിട്ടും. ഇതുപോലെ മല്ലിയും മുളകും കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പാക്കറ്റിൽ പൊടി മേടിക്കുന്നതിലും നല്ലതല്ലേ. എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ മുളകും മല്ലിയൊക്കെ പൊടിപ്പിക്കുന്നത്. അല്ലാത്തവരൊക്കെ കഴുകി ഉണക്കി പൊടിപ്പിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.